ചാനൽ ഒരു ഗുമ്മുട്ടുന്നില്ല പിള്ളേരില്ലാതാമോ ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് അല്ലേ? ഓക്കെ, നമ്മളെ സെറ്റപ്പ് കാണുന്നത് മനസ്സിലെവിടത്തേക്കോ പോവുകയാണല്ലേ. അപ്പം പോകുന്നത് ഇവിടെന്ന് പറയുന്നതിൽ ഒരു രസം ഉണ്ടാവില്ല അല്ലെ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വ്ലോഗായിട്ടുള്ള ഒരു കാര്യത്തിനൊക്കെ പോകുന്നു. എന്നിട്ട് പേഴ്സണൽ ആവശ്യം ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം. യെസ്. അപ്പം നമ്മള് ഇപ്പം കാനങ്ങാടേക്കാണ്. കാനങ്ങാട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? കാനങ്ങാട് തന്നെ. കുറച്ച് ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. എത്ര ടൈം എടുക്കും? നമുക്കൊരു അരമണിക്കൂർ അല്ലേ? ഒരു അരമണിക്കൂറിന്റെ ട്രാവൽ ഉണ്ട്. നമ്മള് എന്താ ഫുഡ് വ്ലോഗ് തന്നെയല്ലേ? ഇഗെയിൻ വിത്ത് ഫുഡ് വ്ലോഗ്. ഫുഡ് വ്ലോഗ് വെച്ച് കഴിഞ്ഞാല് വ്ലോഗ് അല്ലേ, ചാലഞ്ച് ഒന്നല്ല. അപ്പം എന്താ പറയാ, എപ്പോഴും ചാലഞ്ചസ് ഇങ്ങനെ ചെയ്ത് ഒരു ഔട്ട്ഡോർ വീഡിയോസ് ഇല്ലാത്തൊരവസ്ഥയായി പോയി ചാനലില്. ചാനൽ ഔട്ട്ഡോറിന്റെ ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്തു. വേറെ വേറെ ചെറിയ ആവശ്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അധികം അങ്ങനെ ഔട്ട്ഡോർ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. യസുവിനെ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അവനിങ്ങനെ കാറിൽ ട്രാവൽ ചെയ്യുന്നൊന്നും വലിയ ലൈക്ക് ആവുന്നില്ല. വണ്ടി വെച്ച് കഴിഞ്ഞാല് അവിടെ മനസ്സിലാവുന്നു ആ വണ്ടി നിർത്തിയിട്ടുണ്ട് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. അത് മാത്രല്ല എനിക്കിങ്ങനെ ഒരു ക്ലോസ്ഡ് ഏരിയയില് ഫസ്റ്റ് പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ലെ. അപ്പം എടുക്കുന്ന മൊബൈലിൽ ഷേക്കിംഗ് പറ്റിപ്പോയി. എവിടെ നിർത്തിയേ? വണ്ടിയിൽ കൊണ്ടിട്ട് പോയി കഴിഞ്ഞാല് ഫസ്റ്റിലും ഇങ്ങനെ നമ്മള് മൂവ് ചെയ്തോണ്ട് നിൽക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഭയങ്കര റെയിൽവേ ഗേറ്റ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കാറിലും പ്രശ്നം അങ്ങനെ തന്നെയാണ്. സ്റ്റോപ്പ് ചെയ്തതിലെ പ്രശ്നം ഉണ്ടായിട്ടില്ലു. ഇപ്പൊ കാറിൽ പോയി കാർ ഇഷ്ടപ്പെടുന്നില്ല. ഓപ്പൺ ആയിട്ട് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ബൈക്ക് ഇന്നലെ ഒരു ട്രെയിൻ ട്രാവൽ ഉണ്ടായിരുന്നു. ഇന്നലെ മാംഗ്ലൂരേക്ക് പോകണ്ടുണ്ടായിന്. വ്ലോഗ് ചെയ്യുന്നതിൽ വിചാരിച്ചിരുന്നു. പക്ഷെ എന്തോ ഫുൾ ഹറിബറി ആയതുകൊണ്ട് ഒന്നും പറയാണ്ടല്ലേ. ട്രെയിൻ മിസ്സായി. അങ്ങനെയുള്ള ആകെ ഒരു വെപ്രാളം പിടിച്ചുകൊണ്ട് നമുക്ക് വ്ലോഗൊന്നും ചെയ്യാൻ പറ്റില്ല. യേശുവിനെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഒരു ആവശ്യത്തിന് പോയതാണ്. അപ്പൊ ആ ട്രാവലിലൊന്നും അവനക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഫുൾ ഓപ്പൺ ആണല്ലോ. അതിങ്ങനെ വണ്ടടിച്ചിട്ടുണ്ടല്ലേ. ഞാൻ അന്താളിച്ച് നോക്കുന്നുണ്ട് എവിടെയോ പോകുന്നതില്. അപ്പം എനിക്കൊന്ന് കാറിൽ നമ്മളിങ്ങനെ AC ഇട്ടിട്ട് ഫുൾ ക്ലോസ് ആയതുകൊണ്ട് വലിയ ലൈക്കാന്നില്ല. അപ്പം അവനെ പുറക്കാക്കിട്ട് ഒരുപാട് ലോങ് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ചെറിയ ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ എണീച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇന്നത്തെ പോകുന്നതിന് മുന്നേ എന്റെ കൂടെ വരണം. അങ്ങനെ നീ ഇതിൽ പറയുന്നതാണ് നടത്തുക. ഞാൻ പറഞ്ഞു എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ ഉണ്ടായതുകൊണ്ട് അവൻ ചെറുതല്ലേ. അപ്പം അങ്ങനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ അടുത്തടുത്ത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അധികം ഔട്ട്ഡോർ ചെയ്യാത്തത്. അപ്പൊ എന്താ ഇനി ഇങ്ങനെ പറ്റുമെങ്കിൽ നമുക്ക് അല്ലെ ഔട്ട്ഡോർ ചെയ്യാം. പിന്നെ അനിയത്തിയാരുണ്ടായി കഴിഞ്ഞാൽ അവന് യസുവിന്റെ അടുത്ത് പോകുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അവര് മാനേജ് ചെയ്തോളും. ഇപ്പം ഇപ്പൊ അവരില്ല. റോഡ് ഇങ്ങനെ കൺസ്ട്രക്ഷൻ പുരോഗമിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അതാ അപ്പൊ അനിയത്തിയാരില്ല, നമ്മൾ മാത്രമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ യേശുവിനെ പറഞ്ഞില്ല. എന്റെ വർക്ക് ഉള്ളത്. അപ്പൊ അവിടെ ഉമ്മാരുടെ അടുത്താക്കിയിട്ട് വേഗം വരുന്ന ഉമ്മാരോട് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ എന്താ അങ്ങനെ ഇപ്പൊ നമ്മൾ മാത്രമേ ഇല്ല, രണ്ടാൾ മാത്രമായിട്ട്. ഇതിപ്പോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബാക്കി രണ്ടാള് കുലുമാല പടയും കെട്ടും. അതുണ്ടാവും. അപ്പം എന്താ അപ്പൊ ഞാൻ വിചാരിക്കും നമ്മ ഇതുവരെ ചെടി പോന്ന് പറഞ്ഞിട്ടില്ലാന്ന് വയസ്ക. അപ്പൊ കാനങ്ങാട് എത്താനായിട്ട് ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തി മടക്കരല്ലേ. ഉമ്മ വിളിക്കുന്നവരെ ഒരു ധൃതിയും കാണിക്കണ്ട. ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ ഓടേണ്ട വരും. അപ്പം
ഫാസ്കൊക്കെ എന്ന് പറയാനല്ലേ നമ്മൾ പോകുന്ന അടുത്തേക്ക് പറയുന്നില്ലേ യെസ് പറഞ്ഞോ ഫ്രൂട്ട് ബീയിലെ നമ്മൾ കാനങ്ങാട് ഫ്രൂട്ട് ബീ നമ്മുടെ നാട്ടിലും ഫ്രൂട്ട് ബീ വന്നു. ഞാൻ ശരിക്കും 17-ാം തീയതി അന്ന് എന്റെ അന്ന് ഇൻസ്റ്റാഗ്രാമിലേറ്റവും പോസ്റ്റ് ഉണ്ട്. ഞാൻ 17-ാം തീയതി പോണെന്ന് വിചാരിച്ചാ അന്ന് മറ്റേ ഇവിടെ സിനിമ നടി മറ്റേ നിഖില നിഖില വരുന്നുണ്ടായിട്ടുണ്ട്. 17-ാം തീയതി എന്റെ മനസ്സിലുണ്ടായി നാളെ, പക്ഷെ ഓപ്പൺ ആയി. അപ്പം നമ്മള് ഇവിടെ എറണാകുളത്താണോ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൂട്ട് ബീന്റെ ഇൻസ്റ്റാഗ്രാം റീൽസും മറ്റേ ബെറിയപ്പല്ലേ ഞാൻ പോണെന്ന് വിചാരിച്ചു. നാട്ടിലൊന്നും കഴിഞ്ഞാല് ഞാനറിയില്ല. അപ്പൊ അത് കാണുന്ന ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കാനങ്ങാട് എത്തിയ സ്ഥിതിക്ക് നമ്മൾ മോശല്ലേ നാട്ടുകാരൊന്നും ഒത്തും കാര്യമില്ല. അതന്നെ കാസർഗോഡായിരുന്നു ഒത്തും കാര്യമൊന്നുമില്ല. അവിടെ പോയിട്ടില്ല, ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാല്ലേ. അപ്പൊ നമ്മൾ അവിടെ റോഡ് കാഴ്ചയെല്ലാം കാണിച്ചു കൊടുത്താലോ. ബിഫോർ ദാറ്റ് നമ്മൾ സ്ഥിരം പല്ലവി നമ്മുടെ ചാനൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് ആ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസിലെ സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാട്ടോ. നമ്മളിങ്ങനെ നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യേണ്ടത് നമ്മൾ കൺഫ്യൂഷൻ ആണ്. അവിടെ പോകാനില്ലാത്തോണ്ട് അവിടെ പോകാനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യാൻ അപ്പൊ അങ്ങനെ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല, ദൂരം നമ്മളുടെ ഈ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം അല്ലെ. ഓക്കെ. പിന്നെ ഞാൻ ഒറ്റക്ക് ഇറങ്ങണ്ടല്ലോ. ഒറ്റക്ക് ഇറങ്ങിയിട്ട് ഒന്ന് പ്രശ്നം രാത്രി നമുക്ക് കുൽമാലാക്കും ഒരാൾ കുഞ്ഞിനെ കണ്ടിട്ടില്ല കുൽമാലാക്കുന്ന ഒരാൾ. ഒറ്റക്ക് പോയിട്ട് മനസ്സിലാക്കി പറ്റൂല, ഞാൻ ഇല്ലാണ്ട് പറ്റൂല. ഫാസ്കാക്ക് പിന്നെ മെയിൻ ക്രേസ് എത്തിക്കുന്ന കുറച്ച് ഷോർട്സ് എടുത്തിട്ട് അതൊരു വീഡിയോ ആക്കി. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി അതിനോട് ഭയങ്കര ക്രേസ്. ഒരു ഫുൾ വ്ലോഗ് ആക്കാൻ എന്തായാലും ഒറ്റക്ക് പറ്റൂല കേട്ടാ. പണി കിട്ടും. അപ്പം എന്താ കാഴ്ച കാണിച്ചു കൊടുക്കാം അല്ലേ. യെസ്. ഭയങ്കര വെയിലും നല്ല വെയിലുണ്ട്. അതിനുള്ളത് AC ഉണ്ട്. പറ്റുന്നില്ല. നമ്മളെ ഫ്രൂട്ട് ബേന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഉള്ളത്. എന്താ അതിന്റെ അകത്തെ ചില വിശേഷം അതിന്റെ അകത്ത് പോയിട്ട് ഇവിടെ ഗ്രിൽ ചിക്കൻ ആക്കല്ലോ പ്ലീസ്. കേറല്ലേ. സെലക്ട് ചെയ്താ എന്താക്കുന്ന എന്താക്കുന്ന ഇൻസ്റ്റാഗ്രാം ബൂമറാക്കുന്ന ബൂമറാക്ക അങ്ങനെ നല്ല വിശാലമായ സ്ഥലം അല്ലേ.
മെനു വന്നിട്ടുണ്ട്. മെനു വന്നിട്ട് നോക്കിയോ ഏതെല്ലാം മെയിൻ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറിയപ്പാണ്. വെറിയപ്പ് പിന്നെ 12 ഷോട്ടും 4 ഷോട്ടും. 4 ഷോട്ട് ഫസ്റ്റ് സ്റ്റാർട്ടപ്പിൽ വെറിയപ്പ് ഓക്കെ ബ്ലൂബെറി പഫ് ഓക്കെ അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നത്. മസ്റ്റ് ട്രൈ ചെയ്യലിൽ എഴുതിയിട്ടുണ്ടല്ലോ മെനു തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നമുക്ക് ഇത് എടുക്കാം. അത് മെയിൻ അവരെ ഹൈലൈറ്റ് തന്നെ വെറിയപ്പം പിന്നെ വെറിയപ്പും ഇതും ഫ്രൂട്ട് ഷോട്ട്സ് 2 ടൈപ്പ് ഷോട്ട്സ് ഉണ്ട്. ഒന്നിലുള്ളത് 4 ഷോട്ട് 4, 8, 12 അല്ലേ? ആ പാമ്പെല്ലാം നമ്മൾ കുടിച്ചതിന് അടപ്പുണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം അത് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോ നോക്കാം. ഓക്കെ ഷോർട്സ് ചലഞ്ച് ഉണ്ട്. ചെറിയ ഷോർട്സ് ചില ബിഗ് ഷോർട്ട് ചലഞ്ച് ഉണ്ട്. ചില ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കഴിക്കാൻ പറ്റൂല. ബിഗ് ഷോർട്ട് ചലഞ്ച് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. 4 ഷോർട്സ് ചെയ്യുന്നു. ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓ മറ്റേത് പുളിച്ചക്കല്ല. അത് ഞാൻ തന്നെ വിളിക്കാൻ തോന്നുന്നു. സാർ എങ്ങനെയുണ്ട്? എനിക്കിപ്പോ തുമ്മ ഐസ്ക്രീം ഉണ്ട്. ആ ഐസ് ഉണ്ടോ? ഇല്ല, തണുപ്പുണ്ട്. തണുപ്പുണ്ട്. പിന്നെ ഏതാ ഫ്ലേവർ? ഏതാണ്? ഇത് ബ്ലൂബെറിന്റെ ഒരു ഇതെല്ലാം നല്ല ആർക്കെല്ലാം കഴിക്കാൻ നോക്കിയിരിക്കുന്നതാണ്. നട്ട്സ് എല്ലാം ഉണ്ട്. വേഗം ഇക്കറ അതല്ല മറ്റെല്ലാം അല്ലു പോകുന്ന സ്പീഡാക്കി. ആ അതെന്താ? ഇതാണ് കണ്ടിന്. ബ്ലാക്ക്ബെറിയാ റാസ്ബെറി അങ്ങനെയുണ്ട്. തണുപ്പൊന്നുമില്ല. അത് ഐസ്ക്രീമിനെ ഡയറക്റ്റ് കഴിക്കുമ്പോൾ ഒരു തണുപ്പ്. വയസ്സ് ചോറാക്കിയാ ടേസ്റ്റ് ഉണ്ടല്ലേ? ഇത് നമുക്ക് രണ്ടാൾക്കും കൂടി കൊണ്ടുവച്ചെന്നാണ്. കയ്യൊക്കെ ഉണ്ട് വെച്ചിട്ട് കാര്യക്കാരൻ അവരത് മെല്ലെ ഒരു ലിമിറ്റൊക്കെ ഇന്നും കൂടി കണക്കിലെടുത്ത് തിന്നണം. ഇന്നെ കൊണ്ടാവില്ല. ഞാൻ കുറെ ദിവസം തിന്ന് ടൈം എടുക്കുമ്പോഴത്തേ അടിച്ച് കാലിയാക്കരുത്. ശരിക്കും ഫസ്റ്റ് അതാ കഴിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട്. ആ ഷോർട്സ് അതിൻ്റെ ഒരു ഇത് സാധനം അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. നല്ലൊരു ആംബിയൻസ് അടിപൊളി. ആദ്യം മധുരം കഴിച്ചാൽ തലയുണ്ട്. ഷോർട്സ് നമ്മൾ
ഷോർട്ട് ചലഞ്ച് ഉണ്ട്. പിന്നെ ഐറ്റം കഴിച്ചു ബർഗറിന്റെ ഫ്ലേവർ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ചലഞ്ച് ചെയ്തതിനെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് 4 ഷോർട്സ് വെച്ചിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകും. ഞാൻ അതിൽ കഴിച്ചിട്ട് ചലഞ്ച് ചെയ്തതിനാൽ 5 സ്റ്റാർക്ക് ഒരു സ്ലോ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ആദ്യം ചലഞ്ചിന് ഞാനൊന്നും നോക്കില്ല. ചലഞ്ചിന് ചലഞ്ച് മാത്രമേ നോക്കില്ല. വീഡിയോ മറ്റേ എന്താന്ന് പറഞ്ഞു ശരിയും നോക്കില്ല. അസാരം വന്നിട്ടുണ്ട്. ജയിക്കൂല. ഞാനാ പറഞ്ഞത് ഇവിടെ ജയിക്കില്ല. ഇത് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ജയിച്ചാല് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമുക്കോ എനിക്കോ ഇത് ഞാൻ ജയിച്ചു. ജയിക്കൂലല്ലോ, തോർപ്പുണ്ടല്ലോ. ജീവിതത്തിലൊക്കെ പറയാം. ആ ഓക്കെ ആയിട്ടാ വേറെ മറ്റേ ഒന്നോ സാധാരണ ലേറ്റ് ആയി പോയി. ഇങ്ങോട്ട് വരാനുണ്ട്. അത് വന്നിട്ട് തന്നെ ചെയ്യാം. പെട്ടെന്ന് കിട്ടും. സാധനം വന്നിട്ടുണ്ടല്ലേ. നിശ്ചയം ആ ആക്ടർ ആക്സിഡന്റിൽ മീറ്റ് ചെയ്യല്ലേ? നമ്മ കൊറേ നേരം നോട്ട് ചെയ്തല്ലേ. സന്തോഷം അതെ കണ്ട്. ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. നല്ല ടേസ്റ്റ് ഗ്ലാസ് ഇട്ടില്ല. ഒരു എപ്പിടപ്പി ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ മെയിൻ സ്പെഷ്യൽ ഒന്ന് ടേസ്റ്റ് ചെയ്തു. നല്ല തന്നെ അല്ലേ? നല്ല ഇത് തന്നെ. മറ്റേ ഡെക്കാരോ ഡ്രൈ ഫ്രൂട്ട്സിന്റെ നല്ല ടേസ്റ്റ്. ഡിക്കാരിയോ നല്ല ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ബെറീസിന്റെ ആ ഒരു ബെറീന്റെ ഒരു ടേസ്റ്റ് വരുന്നില്ലേ, അങ്ങനെ പുളിയുണ്ട്. ചെറിയ പുളി എന്ന് പറഞ്ഞാല് അതതിന്റെ ഇത് തന്നെ. അതെ, ആ ബെറീസിന്റെ ഒരു ക്രഷിന്റെ ഒരു ഇത് വരുന്നത്. പക്ഷെ നല്ലതായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടായിരുന്നു ആ മറ്റേ ഡേറ്റ്സിന്റെ ഡേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട് അതവര് മസ്റ്റ് ട്രൈ ചെയ്യുന്നു. അതവരെ മെനുന്റെ മേലെ തന്നെ മസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡേറ്റ്സും നട്ട്സ് എല്ലാം വെച്ചിട്ട് ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം എന്തെല്ലാം പുളിപ്പല്ലുണ്ട്. പുളിപ്പോട് കൂടിയിട്ടുള്ളതായിരുന്നു. മറ്റേ ബെറിയപ്പും സന്ധ്യയും അല്ല പഫ അല്ലേ അത്? ബഫെ അത് അങ്ങനെ. പക്ഷെ ഇത് നല്ല, ഇത് ഡേറ്റ്സിന് നല്ലൊരു മധുരം വരുന്നതായിട്ടാണ്. നല്ല ടേസ്റ്റ്. പിന്നെ ഷോർട്സ് വെറൈറ്റി ആയിട്ടുള്ള സാധനം അവര് മെനുവിൽ തന്നെ അവർ പറയുന്നുണ്ട്. മസ്റ്റ് ട്രൈ ചെയ്യും. ഷോർട്സ് ഷോർട്സ് പിന്നെ പ്യൂരി മാത്രം പോലെ ഇല്ല അല്ലേ? അതൊരു ചലഞ്ചിങ് വീഡിയോ പോലെ ചലഞ്ചിങ് ആക്കാൻ വേണ്ടിയുള്ള മെയിൻ ഇതാണ് അവര്. 12 ഷോർട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ
അതുകൊണ്ട് ഇതിപ്പോ കഴിച്ചുകൊണ്ട് ആ 12 ഷോട്ട്സ് എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും എടുത്ത് കൊണ്ടുവരേണ്ട വരുമല്ലേ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് 4 ഷോട്ട്സിൽ ഒതുക്കി. അതന്നെ കുടിച്ചിട്ട് പിന്നെ മധുരം അധികം കറിക്കിനാല് തലവേദനക്ക് മധുരത്തിനേക്കാളും എരിവിനോടാണ് താല്പര്യം. ഇഷ്ടം അത് ഞങ്ങൾക്ക് അങ്ങനത്തെ സ്ഥലത്ത് പോകാത്ത കൊണ്ടാണ് എരിവാ ഇഷ്ടം. പക്ഷെ എനിക്ക് ഐസ്ക്രീംസ് ഇല്ല, ഐസ്ക്രീംസിനെല്ലാം കാണാൻ എനിക്ക് ഇഷ്ടം മറ്റേ പാസ്ട്രീസ് എല്ലാം, കേക്ക്സും ഡോണറ്റ്സ്. അടി കൂടുന്നു പാരമ്പര്യം അടിയാണ്. പാരമ്പര്യം വിട്ട് കളിയില്ല, നമുക്ക് പാരമ്പര്യമായിട്ട് അടിയാ. ഓക്കെ ഫൈൻ. എന്ന് വെച്ചാൽ ഞാൻ 24 hours ഇത് പാസ്ട്രീസ് കഴിച്ചിരിക്കുകയാണോ? അല്ലല്ലോ, പ്രസവിച്ചതിന് ശേഷം അത് അടി വെച്ചിട്ട് ഒരു ചേഞ്ച് ഒരു മാറ്റം ഉണ്ടോ? യെസ്. അപ്പം എന്താ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. ബ്ലോക്ക് വലിയ ബസ് ചെറിയ റൂട്ടിൽ നിന്ന് വളക്കാൻ നോക്കുന്നു. അല്ല തന്നെ വണ്ടി ബസ് ചെറിയൊന്നുമല്ല, ഹൈവേ അല്ലേ ഇത്. ചെറിയ ബസ് വളക്കാൻ നോക്കി. സോ നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോസ് ഫ്രൂട്ട് ബേ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നമ്മൾ ശരിക്കും ഉദ്ഘാടനത്തിന് എടുത്തണം എന്ന് വിചാരിച്ചത് എന്റെ മനസ്സിലാണെങ്കിൽ, പക്ഷെ എന്തെന്ന് പറ്റില്ല. അവിടെ ശരിക്കും മുമ്പ് December 6 കഴിഞ്ഞു. 17 എന്റെ മനസ്സിൽ എല്ലാം വരാന്ന് വിചാരിച്ചത് പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത് കടം വീട്ടിയല്ലോ. അപ്പൊ നമ്മള് ഈ നെക്സ്റ്റ് വ്ലോഗ് ആയിട്ട് വരുന്നത് വരേക്കും ബൈ.